നമ്മുടെ ഇന്ത്യ രാജ്യം, ആ ഇന്ത്യ രാജ്യം ഇതിനൊരു അപവാദമായിരുന്നു. ഇന്ത്യ രാജ്യത്തുള്ള നിയമം ഈ രൂപത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് 10 വർഷത്തോളം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന രൂപത്തിൽ ഒരു പാതകമായിട്ടായിരുന്നു 157ഓളം വർഷം മുമ്പ് കാലത്ത് ബ്രിട്ടീഷുകാർ എഴുതി വച്ചിട്ടുള്ള അന്ന് നിലനിന്നു പോന്നിരുന്ന ആ ഭരണഘടനയിലെ വകുപ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പോലും അതൊരു മാനുഷികമായ നിലക്കുള്ള ഒരു നിയമമാണ് എന്നുള്ളത് കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ആ തിരുത്താതെ തന്നെ അത് നിലനിർത്തിയിരുന്നു നമ്മുടെ ഭരണഘടനയിൽ. അങ്ങനെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം സ്വവർഗരതി അഥവാ ഹോമോസെക്ഷുവാലിറ്റി എന്നറിയപ്പെടുന്ന ആണും തമ്മിൽ, പെണ്ണും തമ്മിൽ, അതുപോലെ തന്നെ മൃഗരതി, കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗപ്പെടുത്തുന്ന ഈ വിധത്തിലുള്ളതെല്ലാം കഠിനമായി 10 വർഷത്തോളം വരെ ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന കണ്ടിട്ടുള്ളത്. അതിൻ്റെ 377 വകുപ്പ് വളരെ കൃത്യമായി ഇവയെക്കുറിച്ചെല്ലാം 10 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 377 വകുപ്പ് കൃത്യമായി തന്നെ നിലനിന്നിരുന്നത്. എന്നാൽ രണ്ടു കൂട്ടർക്കും സമ്മതമാണെങ്കിൽ ഉഭയസമ്മതപ്രകാരം, അതാണല്ലോ ഇപ്പൊ പലതിനുമുള്ള ന്യായം, അങ്ങനെ ഉഭയസമ്മതപ്രകാരമുള്ള ഇത്തരത്തിലുള്ള സ്വവർഗ ലൈംഗിക ബന്ധം ക്രിമിനൽ കുറ്റമല്ല എന്ന് 2009 അനുകൂലമായ ഒരു വിധി കിട്ടുവാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു കേസിന്റെ വിധി എന്ന നിലക്ക് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്നു, ഇത് കുറ്റമല്ല 2009. അതേ അവസരത്തിൽ വീണ്ടും കേസ് പോയി. 2013 ആയപ്പോൾ ഇന്ത്യയുടെ സുപ്രീം കോർട്ടിൽ നിന്ന് 2 അംഗ ബെഞ്ച് വിധി പ്രസ്താവിച്ചു, ഇത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. വീണ്ടും അത് നിരോധിച്ചുകൊണ്ട്, അഥവാ 377 വകുപ്പ് അത് അനുശാസിക്കുന്ന ആ നിയമം അങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് 2013 സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് വിധിച്ച് 2009 ഹൈക്കോടതിയുടെ, ഡൽഹി ഹൈക്കോടതിയുടെ വിധിയെ എന്ത് ചെയ്തു? ഈ വിധി ദുർബലപ്പെടുത്തി, അതിനെതിരെയുള്ള വിധി വന്നു. എന്നാൽ സഹോദരങ്ങളെ, വീണ്ടും പ്രശ്നം വന്നു. അതാണ് ഇപ്പൊ പലരും തുള്ളിച്ചാടാൻ കാരണമായത്. അതെപ്പോഴാ? 2018 സ്വവർഗാനുരാഗം, സ്വവർഗ ലൈംഗികത, ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന പ്രായപൂർത്തിയായവർ തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ഏതുതരം ലൈംഗിക ബന്ധവും കുറ്റകരമല്ല, അത് പ്രകൃതി വിരുദ്ധമല്ല, തന്നെയുമല്ല അത് മനുഷ്യാവകാശത്തിന്റെ ലംഘനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2018 നമ്മുടെ രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് വിധി പ്രസ്താവിച്ചു. അന്നുള്ള പത്രങ്ങൾ നോക്കൂ, അന്നത്തെ പ്രത്യേകമായ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രൂപത്തിലുള്ള പ്രണയ ജോഡികൾ ആണും തമ്മിൽ എന്ന് കെട്ടിപ്പിടിച്ച് മുത്തമിട്ട് തുള്ളിച്ചാടി സുപ്രീം കോടതിയുടെ ഈ വിധി കിട്ടിയപ്പോൾ വല്ലാത്തൊരാഘോഷമായിരുന്നു രാജ്യത്തുടനീളം പലയിടങ്ങളിലും. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. എന്നാൽ വീണ്ടും അവർ പറഞ്ഞു, എന്ത്? ആ വിധി അങ്ങനെ തന്നെ പറഞ്ഞെങ്കിലും ആ 377 വകുപ്പിൽ കുട്ടികളെ ഉപയോഗപ്പെടുത്തുക, മൃഗരതി, മൃഗത്തെ ഉപയോഗപ്പെടുത്തുക, അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ക്രിമിനൽ ശിക്ഷയായിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതെന്തിനാ? നമ്മൾ വിധിയെ ചോദ്യം ചെയ്യല്ല, ഒരു ന്യായം പറയുമ്പോൾ അത് എല്ലായിടത്തും ബാധകാവണ്ടേ? എന്തപ്പോ ന്യായം പറഞ്ഞത്? പ്രായപൂർത്തിയായ മനുഷ്യന്മാർ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ ലൈംഗികത ഞാനാ തീരുമാനിക്കേണ്ടത്, എൻ്റെ ലൈംഗിക പങ്കാളിയെ ഞാനാണ് തീരുമാനിക്കേണ്ടത്, അതെൻ്റെ ഇഷ്ടമാണ്. എനിക്ക് ആണാണോ വേണ്ടത്, ഞാൻ ആണിനെ കല്യാണം കഴിക്കും, അവരോടൊത്ത് ജീവിക്കും. പെണ്ണിനെയാണോ പെണ്ണിന് വേണ്ടത്, അവരുടെ സ്വാതന്ത്ര്യം. അതെല്ലാം പെണ്ണിനെയാണോ വേണ്ടത്, ഒക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ കൈകടത്താൻ രാജ്യത്തിന് അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു മൗലികാവകാശം
ഒരു മാനുഷികമായ വലിയൊരു പരിഗണന കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ വിധി വന്നിട്ടുള്ളത്. സഹോദരന്മാരെ, അപ്പം ആലോചിച്ചു നോക്കൂ. എങ്കിൽ പിന്നെ എന്തിനാ ഈ കുട്ടികളോടുള്ള കുട്ടികളെ ദുരുപയോഗം ചെയ്യലും മൃഗത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് ലൈംഗികമായ ദാഹം ശമിപ്പിക്കുന്ന പരിപാടിയൊക്കെ എന്തിനാ ക്രിമിനൽ കുറ്റമായിട്ട് നിലനിർത്തുന്നത്? ഈ വാദിക്കുന്ന ഈ ഇതിനു വേണ്ടി ഒച്ചയും വിളിയും കൂട്ടി സംഘടനകളും തെരുവിലെ ധർണയും ഡാൻസും നൃത്തവും ചുംബന സമരവും കെട്ടിപ്പിടിച്ചുള്ള ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തുന്ന ഈ ആളുകൾ, അവർക്ക് ഇനി ഒരു കാലത്ത് തന്നെ അവർക്കിതും പറഞ്ഞൂടെ, ഞങ്ങൾക്കിപ്പോൾ വേണ്ടത് പ്രായപൂർത്തിയായ ആണാണ്, എനിക്ക് വേണ്ടത് എന്താണ്? ഒരു പശുവിനെയാണ്, ഒരാടിനെയാണ്, ഒരു എരുമയാണ്, അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും ഒരു പട്ടിയെയാണ് എന്നാൽ പറഞ്ഞാൽ അവൻ്റെ അവകാശം സമ്മതിച്ചു കൊടുക്കണ്ടേ? എന്തിനപ്പോ ഇതൊക്കെ അനുവദിച്ചു കൊടുത്ത് പിന്നെ മൃഗരതി അതൊരു ക്രിമിനൽ കുറ്റാക്കിയിട്ട് 10 വർഷത്തോളം ജയിൽ ശിക്ഷ കിട്ടാവുന്ന, തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു ക്രിമിനൽ കുറ്റായിട്ട് എന്തിനാ അത് നിലനിർത്തുന്നത്? അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും മാനുഷികമായ നിലക്കുള്ള ഒരു കൃത്യമായ ഒരു സമീപനങ്ങളല്ല. ഇതൊക്കെ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബ് ഒരു പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തിനാണ് തടയുന്നതെന്ന് ചോദിച്ചാൽ, ഒരു സമൂഹത്തിലെ 1% അല്ലെങ്കിൽ കേവലം 1/2% താല്പര്യങ്ങളെ മുഖവിലക്കെടുത്തിട്ട് ബാക്കി വരുന്ന 99.25% വരുന്ന ആളുകളുടെയും സുരക്ഷിതത്വത്തെ അല്ലേ ഇവിടെ ഹനിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിലുള്ള അസാൻമാർഗികമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും വൃത്തികെട്ട ഈ ആണും തമ്മിൽ നടത്തുന്ന ഗുദരതി എന്ന് പറയുന്ന ആ സെക്സ്, അതിലൂടെ എത്ര വൃത്തികെട്ട രൂപത്തിലുള്ള രോഗങ്ങൾ സമൂഹത്തിൽ പരക്കുന്നുണ്ട്. എയ്ഡ്സ് രോഗികളുടെ എണ്ണത്തിന് നിമിത്തമായത് പലപ്പോഴും കണക്കെടുപ്പുകൾ ആരിലായിരുന്നു കൂടിയത്? അഭിസാരികമാരിലും അഭിസാരകന്മാരിലും. അതിന്റെ പുറമെ ഇങ്ങനെ സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ആളുകളിലൂടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കുകളെ ആർക്കും നിഷേധിക്കാനാവില്ലല്ലോ. ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന്റെ പൈശാചിക താല്പര്യമാണോ വലുത്? അതോ ഒരു രാജ്യത്തെ മൊത്തം പൗരന്മാരുടെ സുരക്ഷിതത്വമാണോ വലുത്? അവിടെയാണ് ഇസ്ലാമിന്റെ കൃത്യമായ നിയമങ്ങളുടെ, അതല്ലെങ്കിൽ ആ നിലക്ക് സമൂഹത്തിന് ദിശാബോധം നൽകേണ്ടുന്നതിൻ്റെ അനിവാര്യത വ്യക്തമാകുന്നത്.